ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോ ഞാൻ ജോലിക്ക് പോകാനായി. ഇന്നലത്തെ ഈസ്റ്ററും പരിപാടിയും എല്ലാം കഴിഞ്ഞ് വീണ്ടും തിങ്കൾ തൊട്ട് നിങ്ങളുടെ തുടങ്ങുകയാണ് ഓട്ടപ്പാച്ചില്. അപ്പൊ അതിനേക്കാളൊക്കെ പുറമെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് 5K ഉള്ള സമയത്തിനെക്കാട്ടി 50Kയിലെത്തുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഗുണം ഇൻസ്റ്റ കൊണ്ട് ഒത്തിരി ശത്രുക്കൾ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം നമ്മളിങ്ങനെ വളർന്നു വരുന്നതുകൊണ്ടോ എന്തോ എനിക്കറിയില്ല, ഒരുപാട് പേര്, അത് കൂടുതലും പെണ്ണുങ്ങൾ തന്നെയാന്ന് പറയാം. അപ്പോ ചില വീഡിയോസിനിടയിൽ കമന്റ് തമ്മിൽ അറിയാത്ത ആൾക്കാരാണ്. അവർ പറയാണ് ഫിൽറ്റർ ഇട്ട് വീഡിയോ ചെയ്യുന്നോണ്ടാണോ എന്നറിയില്ല, കുശുമ്പ്. അപ്പൊ ഫിൽറ്റർ ഇടുമ്പോൾ ഒന്നുകൂടി വെളുക്കുമല്ലോ. ഇപ്പൊ ഞാൻ എന്തായാലും ഫിൽറ്റർ ഇട്ടിട്ടില്ല, നോർമലി ഉള്ള കളറാണ്. ചിലപ്പോ കറുപ്പൻ, ഒത്തിരി വെളുത്തിട്ടുമല്ല ഒത്തിരി കറുത്തിട്ടുമല്ല കേട്ടാ. അപ്പൊ മനുഷ്യന്മാര് കറുത്തിട്ടും വെളുത്തിട്ടും ഒക്കെ തന്നെയാണ് ഉണ്ടാവുക. കണ്ണിരിക്കുന്നിടത്ത് കണ്ണും, മൂക്കിരിക്കുന്നിടത്ത് മൂക്കും, വായിരിക്കുന്നിടത്ത് വായും തന്നെയാണ് എനിക്ക് ദൈവം തന്നിട്ടുള്ളത്. അപ്പൊ അതിലും മാറ്റം വന്ന് ഇഷ്ടംപോലെ മനുഷ്യന്മാരുണ്ടാവും അല്ലെ. ഇനി മുഖമൊക്കെ വികൃതമായി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അവരെ കാണുമ്പോൾ അയ്യോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ഒരിക്കലും ജീവിതത്തിൽ എപ്പോഴും തോൽവി ഉണ്ടാവുള്ളൂ. കാരണം മറ്റുള്ളവരെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് നമ്മൾ വളരില്ല, നമ്മൾ ഒരിക്കലും വളരില്ല. നമ്മൾ താണിരിക്കും. എപ്പോഴും ഡെയിലി ഓരോരാളെ വീഡിയോ കണ്ടിട്ട് അതിന്റെ അടിയിൽ എന്താണ് നമ്മൾ കുറ്റം പറയണേന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എവിടെ വളരാൻ സമയം പറ്റില്ല. അപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇനിയിപ്പോ ഞാൻ കറുത്തിട്ടാണ്, എത്ര പേര് നാട്ടിലുള്ളവർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ അതിനകത്ത് കമന്റ് ഇടാം ഞാൻ എങ്ങനെയാന്നുള്ളത്. അപ്പൊ നമുക്കിനി ഒരുപാട് പൈസയൊക്കെ ചെലവാക്കിയിട്ട് ഈ സിനിമക്കാരെ പോലെ എന്താ പറയാ മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടും അല്ലെങ്കിൽ ഹൈഡ്രാ ഫേഷ്യലും മറ്റേ ഫേഷ്യലും ചെയ്തിട്ട് വെളുപ്പിക്കാനൊന്നും പറ്റൂല. കുരു ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നമ്മുടെ മുഖം അങ്ങനെ നാടനാണ്. അപ്പൊ അതിന്റെ ബേസിലൊന്നും ഒരാളും കുറ്റം പറയാൻ നിൽക്കണ്ട, ആദ്യമേ പറഞ്ഞേക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേന്ന് വെച്ച് പറയുന്നതാണെങ്കിൽ ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ. നിങ്ങൾക്കും പറയാനൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. പിന്നീട് പറഞ്ഞ ഒരു കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ജെൻസ് ആണല്ലോ ചേച്ചിയുടെ കമന്റ് ബോക്സിൽ. അപ്പൊ ഞാൻ നിങ്ങളോട് കമന്റ് അടിക്കുന്നു പറഞ്ഞിട്ട് ചോദിച്ചു മടിക്കുന്നല്ലോ. നിങ്ങള് എന്റെ വീഡിയോ കാണുമ്പോ ഇപ്പൊ ആർക്കാണേലും, ആണുങ്ങളാണേലും പെണ്ണുങ്ങളാണേലും, ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടാ എന്താണ് കമന്റ് എഴുതേണ്ടത് നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അപ്പൊ അതിലെനിക്ക് പറയാനില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കമന്റ് ബോക്സ് ഓഫ് ആക്കിയിടേണ്ടി വരും. എന്താണ്, ആരെ കമന്റും വേണ്ട, അതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ. നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല നല്ല കമന്റ്സുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വായിക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് അല്ലെ. പിന്നെ മറ്റുള്ളവർ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഡെയിലി നമ്മൾ വീഡിയോ ഇടുന്നത്. ജലദോഷം പോലും മാറിയിട്ടില്ല, സൗണ്ട് ശരിയായിട്ടില്ല, എന്നിട്ട് ഞാൻ രാവിലെ കിടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ, എന്റെ ഒരു സന്തോഷം. അപ്പൊ ഇനി ഞാൻ വെളുത്തിട്ടല്ല കറുത്തിട്ടല്ല എന്നും പറഞ്ഞോണ്ട് വല്ല വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇനി ഫിൽറ്റർ ഇടുന്നത്, ഫിൽറ്റർ എനിക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ ഞാൻ ഇടും. ഇപ്പൊ ഞാൻ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇതൊക്കെ കാണിക്കണ്ടേ, ശരിക്കും കാണിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞുതരാം. നോക്കത്തില്ല ഞാൻ. ടാറ്റാ, ബൈ ബൈ.